സത്സംഗം സത്തിൽ നമ്മളെ ഇരുത്താനുള്ള സംഘമായിരുന്നു. സത്സംഗം തന്നെയായിരുന്നു. അതൊരു കൂടിച്ചേരൽ എന്നായിട്ടുള്ള ഒരു ലിറ്ററൽ മീനിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിക്കും നമ്മളെ സത് വസ്തുവിൽ നമ്മളെ ഇരുത്താൻ, നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു സംഘമായിരുന്നു ഇത്. മറ്റൊന്ന്, ഇനി ഈ ഒരു സാധനയുടെ വഴി കുറച്ച് ഗൗരവമായി തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു റെവലേഷൻ, ഒരു എഫിഫനി കൂടി ഇവിടുന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. This was an awesome experience. First of all, I would like to thank God for giving me this opportunity to come here. രണ്ട് journey within one-ഉം ഒരു journey within second-ഉം ഞാൻ participate ചെയ്തു. Would never get tired participating in any of these things. It was very good. Thank you. ഈ സത്സംഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ എത്രത്തോളം ആ ഒരു ബ്ലെസ്സിങ്ങിലാണ്, നമ്മൾ ആ അനുഗ്രഹത്തിലാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു യാത്രയിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് എത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്നിവിടെ വന്ന് ഈ ബുക്ക് കണ്ടപ്പോൾ ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് കർമ്മം, ഭക്തി, ജ്ഞാനം, പക്ഷേ ഞാൻ ചോദിക്കണം അല്ലെങ്കിൽ പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ കണ്ടപ്പം നമ്മൾ പറയണ്ടെന്ന് മനസ്സിലായി, ചോദിക്കേണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. സെൽഫ് എൻക്വയറി ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ആത്മാന്വേഷണം എന്ന് പറയുന്ന ഒരു പാതയിലേക്ക് നമ്മൾ, ആരാണ് ഞാൻ എന്ന് പറയുന്ന പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് അങ്ങനെ ഒരു അന്വേഷണം പ്രാപ്തമാകുമോ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ അതിനെ നമ്മുടെ ഡെയിലി റുട്ടീൻ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അതിനെ സിമ്പിളായിട്ട് പല ആംഗിളുകളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടാണ് ഈ സെഷൻസ് അവസാനിക്കുന്നത്.